ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം നടത്തി. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറി വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി എഴുത്തുകാരനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ജൂലൈ 5 ബഷീർ ദിനമായി ആചരിച്ചു. തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ മലയാളം അധ്യാപിക സ്വപ്ന ജോർജ് ബഷീറിന്റെ കയ്യൊപ്പ് പതിഞ്ഞ സമസ്ത മേഖലയും വിശദമായി തന്റെ അനുസ്മരണ പ്രസംഗത്തിൽ പ്രതിപാദിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനികളായ VF ആയിഷ, ആദില, സുൽത്താന എന്നിവർ ബഷീർ അനുസ്മരണ ഗാനത്തോടൊപ്പം നൃത്തച്ചുവട് വയ്ക്കുകയും ബഷീറിന്റെ പ്രേമലേഖനം നോവലിലെ സാറാമ്മയും കേശവൻ നായരെയും അനുകരിച്ച് മികച്ച അഭിനയം കാഴ്ചവെച്ചു. ലൈബ്രറി അംഗങ്ങളായ അൻരാജ്, ഗിരിജ കരുവള്ളിയിൽ, ബെന്നി സേവ്യർ, സയ്യിദ് ഷിഫാസ് എന്നിവരും ബഷീറിനെ അനുസ്മരിച്ച് സംസാരിച്ചു. മുതിർന്ന ലൈബ്രറി അംഗം VK ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രീത സജ്കുമാർ പ്രാരംഭഗാനം ആലപിക്കുകയും ബാലവേദി ഉപാധ്യക്ഷൻ മുഹമ്മദ് മൻസൂർ സ്വാഗതം പറയുകയും ചെയ്തു. ലൈബ്രറി സെക്രട്ടറി PP ജയപ്രകാശ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തി. ഒട്ടേറെ ലൈബ്രറി പ്രവർത്തകരും വായനക്കൂട്ടവും പരിപാടികൾ അവതരിപ്പിച്ച കുട്ടികളുടെ മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ബഷീർ അനുസ്മരണ പരിപാടിയുടെ അവതരണം ഏറ്റെടുത്ത വനിതാവേദി സെക്രട്ടറി പ്രമീള ചന്ദ്രശേഖരൻ തന്റെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചു. ലൈബ്രറിക്കാർക്ക് ആളെ മാറിപ്പോയോ? എന്തിനാണ് ബഷീർ അനുസ്മരണത്തിന് ഒരു സ്വപ്ന ജോർജ്, ശശിധരൻ മാഷ് പോലെ അനുഭവങ്ങളുടെ കെട്ടഴിക്കുവാൻ പാണ്ഡിത്യത്തിൻ്റെ ആ അപാര ജ്ഞാനം നമ്മൾക്ക് മുമ്പിൽ തുറന്നു തരുവാൻ അദ്ദേഹം ഒരുങ്ങിയപ്പോഴെല്ലാം അദ്ദേഹം എന്തിനൊക്കെ മടിച്ചു. പറഞ്ഞ വാചകത്തിൽ തന്നെ എല്ലാം ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന കാലം എൻ്റെ പപ്പക്ക് ഒരു ഉണ്ടായിരുന്നു. ബഷീർ ഒരു സൂഫി സന്യാസി വര്യനായിരുന്നു, അവധൂതനായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് എനിക്ക് അല്പനേരം കൊണ്ട് മനസ്സിലായി. എനിക്കൊരു ഞെട്ടലുണ്ടായി. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല. എനിക്ക് ആകെയുള്ളൊരു യോഗ്യത ഒരു മലയാള അധ്യാപിക, അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഒരു മലയാളം സെക്കൻഡ് പേപ്പർ പാത്തുമ്മയുടെ ആട്. അതുപോലെ പഠിച്ച കാലത്തിന് ശേഷം പഠിപ്പിക്കുന്ന കാലത്തെല്ലാം ഏകദേശം 22 വർഷമായി മലയാള അധ്യാപികയായി ജോലി ചെയ്യുന്നു. ആ കാലത്തിലെല്ലാം കുട്ടികൾക്ക് ബഷീറിന്റെ ഏതെങ്കിലും ഒരു കൃതി പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു എന്നൊരു യോഗ്യത മാത്രമേ ഉള്ളൂ. എന്നെക്കാളും വായന കൊണ്ടും അനുഭവം കൊണ്ടും പരിചിതരായ അനുഭവമുള്ള അനേകരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ എൻ്റെ സ്ഥാനം എത്രയോ തുച്ഛം. എങ്കിലും എന്നെ ക്ഷണിച്ചത് മുൻനിർത്തി ഞാൻ 2 ദിവസം ബഷീറിനോടൊപ്പമായിരുന്നു. സാറാമേ, നീ എൻ്റെ കൂടെ വരുമോ? എൻ്റെ ഭാര്യയായി ജീവിതകാലം മൊത്തം ജീവിക്കണം. നാം 2 മതക്കാരല്ലേ? അതിനെന്ത്, നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാലോ. അപ്പോൾ സ്ത്രീധനമൊന്നും വേണ്ടേ? സാറാമ്മ മുഴുവനായി തന്നെ സ്ത്രീധനമായിട്ട് തന്നാൽ മതി. എനിക്ക് വേറെയും ഉണ്ട് സംശയം. എന്താണ് ആ സംശയം? ശ്രീമതി സാറാമ്മയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതിൽ വലിയ കുഴപ്പം ഞാൻ അതിൽ കാണുന്നുണ്ട്. ഒരാൾ പള്ളിയിലേക്കും മറ്റൊരാൾ ക്ഷേത്രത്തിലേക്കുമാണ് പോകുന്നത്. 2 സമൂഹം എപ്പോഴും നമ്മളുടെയും സാക്ഷാൽ പള്ളിയും ക്ഷേത്രവുമാണ്. ന്യായമായ ചിന്ത. ഇതിനിടയിൽ പലതും നമ്മൾ കാണും. സമൂഹം നമ്മളെ തീറ്റിപ്പോറ്റുകയില്ല. പള്ളിയും ക്ഷേത്രവും നിൽക്കേണ്ടടുത്ത് തന്നെ നിൽക്കട്ടെ. എനിക്ക് വേറെയും സംശയങ്ങളുണ്ടെങ്കിലോ? സംശയങ്ങളുണ്ടെങ്കിൽ ദിസ് കേശവൻ നായർ തീർത്തു തരും. എന്താണ് ആ സംശയം? നമുക്ക് കുട്ടികളുണ്ടാകില്ലേ? ആ കുട്ടികൾ ഏത് ജാതിക്കാരെ ജീവിക്കും? നമുക്ക് നമ്മളുടെ കുട്ടികളെ ഒരു മതത്തിലും വളർത്തേണ്ട. അവർ നിർമ്മതരായി വളർന്നോട്ടെ. അവർക്ക് 10-20 വയസ്സാവുമ്പോൾ അവർ തന്നെ മതം സ്വീകരിക്കട്ടെ. സാറാമേ, ഞാൻ സാറാമയെ സ്നേഹിക്കുന്നു. പ്രേമം നിലാവെളിച്ചമാണ്, മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചം. പോരാ, നമുക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി അത് ആൺകുട്ടിയാണെങ്കിൽ ആ തങ്കക്കുട്ടിയെ നമ്മൾ എന്ത് പേരിടും? അതൊരു കുഴപ്പമാണല്ലോ. നമുക്ക് ആരുമിടാത്ത പേര് തന്നെ വേണം. നിലാവെളിച്ചം. ഇടാം, നിലാവെളിച്ചമേ.
ചെമ്മീൻ കണ്ണ, എടാ ചെമ്മീൻ കണ്ണോ, ചപ്ലോസ്കി, എടാ ചപ്ലോസ്കി, നാടകമേ, എടാ നാടകമേ, ചെറുകഥ, എടാ ചെറുകഥേ. ഇതൊന്നും ഒരു രസമില്ല, നമുക്ക് വേറെ പേരിടാം. മിഠായി, ആകാശം. ആ ഇങ്ങനെ വിടും, ആകാശമിഠായി. ഗംഭീരമായിരിക്കുന്നു, ആകാശമിഠായി, ആകാശമിഠായി. മലയാളത്തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിയേറിയ സുൽത്താൻ. ജീവിതത്തിൻ ചോര ചിന്തിയ കഥകളോതിയ സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിയേറിയ സുൽത്താൻ. മലയാളത്തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. ഒന്നും മിമ്മിനി വല്യൊന്ന് എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്കു പകർന്നു തന്നൊരു സുൽത്താൻ. ഒന്നും മിമ്മിനി വല്യൊന്ന് എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്കു പകർന്നു തന്നൊരു സുൽത്താൻ. സ്വാതന്ത്ര്യ സമരഭൂമിൽ കരളുറപ്പോടുന്ന പൊരുതി ജയിലറ പോയി ദേശ സ്നേഹിയായൊരു സുൽത്താൻ. മലയാളത്തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. ബാല്യകാല സഖിയും ശബ്ദങ്ങൾ മതില് പോലുള്ള കഥകളും പാത്തുമ്മായുടെ ആടിനേടുകളൊക്കെ ഞങ്ങൾ തിരികെയോ. മജീദ് സുഹറ ആനവാരി പൊൻകുരിശ് തോവയും എട്ടുകാലി മമ്മു ഞങ്ങളെ എത്ര പേരുടെ കഥകള്. ആഖ്യാതങ്ങളില്ലാതാത്ത നാടൻ ഭാഷയിൽ ഏറെ നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കരയിച്ചും കഥകളാൽ ഈ ദുനിയാവ് സുഭദ്രമാക്കിയ സുൽത്താൻ. ജീവിതം നറുകഥകളായി മുഴിഞ്ഞ ബേപ്പൂർ സുൽത്താൻ. മലയാളത്തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. പാറ്റയും പഴുതാരയങ്ങനെ ജീവജാലങ്ങളാകെയും ഭൂമി തന്നവകാശിയെന്നൊരു പാഠമോദിയ സുൽത്താൻ. എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു പോയൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു പോയൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. കൽവിലേറിയ സുൽത്താൻ, കൽവിലേറിയ സുൽത്താൻ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.